നബിയുടെ വാക്കും പ്രവൃത്തിയും എതിരായി വന്നാൽ വാക്കാണ് നമ്മൾ എടുക്കേണ്ടത്, പ്രവൃത്തിയല്ല. നമ്മോട് കാര്യം ചെയ്യരുത് പറഞ്ഞു വരും, കാരണം ചിലപ്പോൾ നബിക്ക് ഇളവുണ്ടാവും, നബിക്ക് മൊത്തത്തിൽ ആ വിഷയത്തിന് ഇളവുണ്ടാവും. എന്നാൽ പൊതു നിയമം മറ്റൊന്നായിരിക്കും. അപ്പം നബി നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യാൻ പാടില്ല, എന്നാൽ നബി ചെയ്ത് കണ്ടു നമ്മൾ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതാണ്, എന്താ അപ്പം നബി ചെയ്തില്ല എനിക്കും ചെയ്തുകൂടാന്നല്ല, നബി ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നബി ചെയ്തിട്ടുമുണ്ട്. അപ്പം അതിനർത്ഥം ഒന്നുകിൽ നബിക്ക് അത് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ന്യായം അതിന് ഉണ്ടായേക്കാം. ഉദാഹരണമായി നബി തങ്ങൾ പറഞ്ഞു, പിന്നെ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹ അന്വേഷണങ്ങൾ, വിവാഹ ഇടപാടുകൾ അതൊന്നും പാടില്ല. ഇഹ്റാമിലായിരിക്കെ വിവാഹ അന്വേഷണം, വിവാഹവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ, വിവാഹ ഇടപാടുകൾ അതൊന്നും പാടില്ല എന്ന് നബി പഠിപ്പിച്ചു. എന്നാൽ മൈമുന ബീവിയെ വിവാഹം കഴിച്ചത് ഇഹ്റാമിലായിരിക്കെയാണ് എന്ന് ഹദീസിൽ കാണാം. തസവ്വജ റസൂലുള്ളാഹി മൈമുനത വഹുവ മുഹരിമുൻ എന്നാണ് ഹദീസിന്റെ പ്രയോഗം. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. വഹുവ മുഹരിമുൻ, നബി ഇഹ്റാമിലായിരിക്കെ നബി മൈമുന ബീവിയെ വിവാഹം കഴിച്ചു. ഹദീസ് നിഷേധികൾ പഴയകാലം മുതൽ തള്ളിയ ഹദീസാണിത്. മുഅ്തസിലിയാക്കൾ മുതൽ ആധുനിക ഹദീസ് വിമർശകന്മാർ വരെ തള്ളിയ ഒരു ഹദീസാണിത്. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപടി ഈ ഹദീസ് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നബി പഠിപ്പിച്ചത് ഇഹ്റാമിലായിരിക്കും വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ആ നബിനെ ഇഹ്റാമിലായിരിക്കും വിവാഹം കഴിക്കുമോ? അപ്പം നബി പറഞ്ഞതിന് എതിരായിട്ട് നബി ചെയ്തു വരൂലേ? അവിടെ ഈ ഹദീസ് മറ്റേ ഹദീസിന് എതിരാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ തള്ളല്ലേ വേണ്ട. അപ്പം ഇങ്ങനെ വന്നു, ആദ്യം നോക്കേണ്ടത് സ്വഹിയാണോ അല്ലേ? സ്വഹി അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിഷയമല്ല. ഇത് സ്വഹിയാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. മറ്റേ ഹദീസോ അതും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. അപ്പം പിന്നെ എന്ത് അങ്ങനെ വന്നു? അപ്പോഴാണ് നോക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ വഹുവ മുഹരിമുൻ, നബി തങ്ങൾ മുഹരിമായിരിക്കെ, ഇഹ്റാം ചെയ്തവനായിരിക്കെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നുകിൽ നബിക്ക് അല്ലാഹു തആല അതിന് അനുവാദം കൊടുത്തു. വിവാഹം ചെയ്യാൻ പാടില്ല പറഞ്ഞാരാ? നബിയാണല്ലോ. ആ നബിക്ക് അല്ലാഹു തആല ഒരു പക്ഷേ ഇളവ് കൊടുത്തു. ആ ഇളവ് കൊടുത്തുകൊണ്ടാണ് നബി ചെയ്തത്. അപ്പം അങ്ങനെ പറയാൻ നമുക്ക് വല്ല ന്യായം ഉണ്ടോ? ഉണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നബി മൈമുന ബീവി പറഞ്ഞു തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എന്നെ വിവാഹം കഴിച്ചത് വഹുവ ഹലാലുൻ. വഹുവ ഹലാൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. വഹുവ ഹലാലുൻ, നബി ഹലാലായ അവസ്ഥയിലാണ് എന്നെ വിവാഹം കഴിച്ചത്. അപ്പോൾ പ്രശ്നം തീർന്നു. ഇഹ്റാമിലേക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് ഇഹ്റാമിലേക്ക് വിവാഹം കഴിച്ചു. അപ്പോൾ ഹറാമല്ലേ? അല്ല, വഹുവ ഹലാലുൻ, നബിക്കത് ഹലാലായിരുന്നു. അപ്പം അല്ലാഹു തആല പ്രത്യേകം വഹയി കൊടുത്തിട്ട് നബിക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം വെക്കാം. ഒന്നുകിൽ അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് ഇഹ്റാമിൽ തഹല്ലുലായ ശേഷമാണ് വിവാഹം. ഇഹ്റാം കഴിഞ്ഞ ഉടനെ ആയിരിക്കാം നിക്കാഹ് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു പക്ഷേ ഈ തഹല്ലുലായ വിഷയം അറിയാതെ മറ്റാളൊരു പക്ഷെ പറഞ്ഞതായിരിക്കാം, നബി മുഹരിമായിക്കൂടെ വിവാഹം കഴിച്ചു. യഥാർത്ഥത്തിലോ ഇഹ്റാമൊക്കെ കഴിഞ്ഞിരുന്നു, ചിലപ്പോൾ വേഷം മാറ്റിയിട്ടുണ്ടാവില്ല. ഹജ്ജിന് മുമ്പ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, തഹല്ലുലായി, ഒരു പക്ഷേ ഡ്രസ്സ് മാറ്റാൻ ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഡ്രസ്സ് കേട്ട് മറ്റാൾ പറഞ്ഞായിരിക്കാം മുഹരിമായിക്കൂടെ വിവാഹം കഴിച്ചു. എന്നാൽ വധു പറയാണ് ഹലാലായ അവസ്ഥയിലാണ് വിവാഹം കഴിച്ചത്. അപ്പം ഇഹ്റാമെന്ന് ഒഴിവായിട്ടുണ്ട്, തഹല്ലുലായിട്ടുണ്ട് എന്ന് അതിനങ്ങനെ മനസ്സിലാക്കാം. അപ്പോഴും രണ്ട് ഹദീസ് തമ്മിൽ വൈരുദ്ധ്യമല്ല എന്ന് വന്നു. ഇല്ല, സാഹചര്യം പറ്റില്ല, നബിക്ക് മാത്രമാണ്. മൂന്നാമത് മുഹരിം എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടിയവൻ എന്ന് മാത്രമല്ല അർത്ഥം, വേറെയും അർത്ഥങ്ങളുണ്ട്. ഇപ്പം ഹറമിനുള്ളിൽ ഒരാൾ കയറിയാൽ അയാൾ മുഹരിമാണെന്ന് പറയാം. ഒരാൾ ഹറമിനുള്ളിൽ കയറി എങ്കിൽ അയാളെ പറ്റി അയാൾ മുഹരിമാണ്. പുറത്തിറങ്ങിയാലോ അയാൾ ഹില്ലാണ് എന്ന് പറയാം. മുഹരിമാണ്, ഈ ഹറം ബൗണ്ടറിക്ക് ഉള്ളിലുള്ളവൻ. ഇപ്പോൾ ഉസ്മാൻ അഫ്ഫാനെ കൊന്ന വിഷയം പറയുമ്പോൾ പറയുന്നുണ്ട്, ഖത്തലുബിൻ ഉസ്മാൻ അൽ ഖലീഫത്ത മുഹരിമൻ, ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ അവർ കൊന്നു മുഹരിമൻ, മുഹരിമായ അവസ്ഥയിൽ. കൊന്നത് എവിടുന്നാണ്? മദീനത്തു നിന്നാണ്. മദീനയിൽ ഇഹ്റാമില്ലല്ലോ, ഇഹ്റാം എവിടെയുള്ളൂ? മക്കത്തേ ഉള്ളൂ. പക്ഷെ മദീനയെ കൊന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ മുഹരിമായ അവസ്ഥയിൽ കൊന്നു, അഥവാ മദീനയിലെ ഹറമിനുള്ളിൽ വെച്ച് കൊന്നു എന്ന അർത്ഥത്തിൽ അവിടെ മുഹരിം എന്ന് ഉപയോഗിച്ചത്. അപ്പം നബി ഖദീജ വിവാഹിച്ച മുഹരിം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ആ പറഞ്ഞ സ്വഹാബ് ഉദ്ദേശിച്ച് എന്തായിരിക്കും? ഹറമിനുള്ളിൽ വെച്ചാണ് വിവാഹം നടന്നത്. നബി ഇഹ്റാമിലാണോ?
അല്ല, വഹുവ ഹലാലുൻ, നബി ഹലാലായ അവസ്ഥയിലാണ്. എന്ന വിവാഹം നടന്നത് ഹറമിന് ഉള്ളിൽ വെച്ചാണ്. ഹറമിനുള്ളിൽ വെച്ചാണ് വിവാഹം നടന്നത് ആണ്. ചിലയിടത്ത് വരും അത് ഇതൊന്നും നമ്മളെ വ്യാഖ്യാനമല്ല, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയല്ല. ഇതൊക്കെ 1000 കൊല്ലം 1200 കൊല്ലം മുമ്പ് പറഞ്ഞ വിശദീകരണമാണ്. അല്ലാതെ നമ്മളെ ഭാഗം അർത്ഥം വെച്ചു തന്നെ പറഞ്ഞു. ഈ പറഞ്ഞ 4 ന്യായവും അന്നേ പറഞ്ഞതാണ്. 1200 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഇബ്നു ഖുത്തൈബയുടെ തൈബീൽ മുഖ്തലിഫിൽ ഹദീസ് പറഞ്ഞ 4 ന്യായമാണിത്. അല്ല എൻ്റെ വക പറഞ്ഞൊന്നുമല്ല. അപ്പം അന്ന് വിമർശനം വന്നപ്പോൾ അന്നേ അവർ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയൊക്കെയാണ്, അല്ലാതെ ഇതൊരിക്കലും തള്ളേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി മൈമൂന ബീവിയെ കെട്ടിയത് ഹറമിനുള്ളിൽ വെച്ചാണോ? ആണ്, അത് സംശയമില്ല. അപ്പം പിന്നെ മുഹരിം എന്ന് പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ പ്രശ്നമില്ല. ഇനി 4മതൊന്നുള്ളത്, യുദ്ധം ഹറാമായ മാസത്തിനുള്ളിലുള്ള ഒരാൾക്ക് മുഹരിമാണെന്ന് പറയാം. ഇന്ന് നമ്മളൊക്കെ മുഹരിമാണ്, കാരണം റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റജബ് മാസം യുദ്ധം ഹറാമായ മാസമാണ്. അപ്പം ഇപ്പം നമ്മളൊക്കെ മുഹരിമീങ്ങളാണെന്ന് പറയാം. ഏതർത്ഥത്തിൽ? ഹറാമായ മാസത്തിൽ പ്രവേശിച്ചവൻ എന്നർത്ഥത്തിൽ. നബി മൈമൂന ബീവിയെ കിട്ടിയത് യുദ്ധം ഹറാമായ മാസത്തിലാണ്, സംശയമില്ല. അപ്പോൾ ആ അർത്ഥത്തിലും എന്ത് പറയാം? മുഹരിം എന്ന് പറയാം. അപ്പോൾ യുദ്ധം ഹറാമായ മാസത്തിൽ ഹറമിനുള്ളിൽ വെച്ച് ആ 2 അർത്ഥത്തിൽ മുഹരിം പറയാം. ഇത് ഇഹ്റാമിലാണ് എന്ന് വെച്ചാൽ പോലും മൈമൂന ബീവി പറഞ്ഞു വഹുവ ഹലാലുൻ, നബി ഹലാലായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പം